ഫിഷ് കട്ട്ലേറ്റ്. ആദ്യം തന്നെ നമുക്ക് മീൻ വേവിച്ചെടുക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നെയ്മീൻ 250 ഗ്രാം, ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തത്, പച്ചമുളക് ആവശ്യത്തിന്, കുരുമുളക് 1 ടേബിൾ സ്പൂൺ, വേപ്പില, ഉപ്പ് ആവശ്യത്തിന്, മീൻ വേവിച്ചെടുക്കാൻ ആവശ്യത്തിന് കുറച്ച് വെള്ളവും. മീൻ വെന്ത് കഴിഞ്ഞിട്ട് ഈ മീനിലേക്ക് മസാല പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് 2 സവാള നല്ല കനം കുറച്ച് ചെറുതാക്കി അരിഞ്ഞെടുത്തത്, 1 ടേബിൾ സ്പൂൺ മസാലപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 നുള്ള് മഞ്ഞൾപ്പൊടി, എണ്ണ ആവശ്യത്തിന്, പുഴുങ്ങിയെടുത്ത പൊട്ടറ്റോ, കട്ട്ലേറ്റ് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ബ്രെഡ് ക്രംസും മുട്ടയും. ആദ്യം തന്നെ നമുക്ക് മീൻ വേവിച്ചെടുക്കാം. മീനും ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും വേപ്പിൻ്റെ ഇലയും ചേർക്കാം. കുരുമുളക് പൊടിയും ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. മീൻ മൂടി വെച്ചിട്ട് നമുക്ക് ഒരു 10 മിനിറ്റ് നേരം ഒന്ന് മീനൊന്ന് വേവിക്കും. മീൻ തിളച്ചിട്ടുണ്ട്, ഇളക്കി കൊടുക്കുക. മീൻ ഒഴിക്കുമ്പോൾ അധികം വെള്ളം ഒഴിക്കണ്ട, കാരണം ഇതിനകത്ത് വെള്ളം നന്നായിട്ട് വറ്റിച്ചിട്ട് വേണം നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. അതിന് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഇപ്പം മീൻ വെന്തിട്ടുണ്ട്. ഇതിനകത്ത് ചെറുതായിട്ട് ചാറുണ്ടെങ്കിൽ ഒന്ന് തുറന്ന് വെച്ചിട്ട് വറ്റിച്ചെടുക്കാം. നമുക്ക് നെയ്മീനായതുകൊണ്ട് അധികം നേരം നമ്മൾ വേവിക്കേണ്ട. കൂടുതൽ നേരം വേവിച്ചിട്ടുണ്ടെങ്കിൽ മീൻ ഭയങ്കര ഹാർഡായിരിക്കും. കാരണം മീൻ വെന്ത് കഴിയുമ്പോൾ തന്നെ തുറന്ന് വെച്ചിട്ട് അതിനകത്ത് വെള്ളം വറ്റിച്ചെടുക്കാം. അപ്പം മീനിൻ്റെ വെള്ളം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഈ മീൻ ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ മീനിൻ്റെ മുള്ളു മാത്രം എടുത്ത് മാറ്റാം. മീനെ നമുക്കൊരു പരന്ന പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. പെട്ടെന്ന് ചൂടാറി കിട്ടും. മീൻ വേവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനകത്തിടുന്ന ഈ മസാലയൊന്നും നമ്മൾ കളയരുത്. മീനിൻ്റെ മുള്ളു മാറ്റി കഴിയുമ്പോൾ ഈ മീനിൻ്റെ കൂടെ നമുക്കിത് ചേർക്കാം. അറിയുന്നത് നമുക്ക് മീനിൻ്റെ മുള്ളു മാറ്റി വയ്ക്കാം. മീനിൻ്റെ മുള്ളൊക്കെ മാറ്റിയെടുത്തു. നമുക്ക് വേവിച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് മസാല ഈ പാത്രത്തിലുണ്ട്. ഇനി നമുക്ക് ഈ മീൻ വേവിച്ചതിൽ കുറച്ച് മസാലയും കൂടി ഉണ്ട്. മസാലയും കൂടി നമുക്ക് ചേർക്കാം. ഇനി നമുക്കിത് മിക്സിയിലിട്ടിട്ട് പതുക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അരഞ്ഞു പോകാണ്ട് നോക്കണം. ഒഴിക്കണ്ട. നമ്മൾ കട്ട്ലേറ്റ് എണ്ണയിൽ പൊരിച്ചെടുക്കാനുള്ളതല്ലേ, അതായത് നമുക്ക് കുറച്ച് എണ്ണയിൽ ഇപ്പം ചെയ്യാം. ഇപ്പം എണ്ണ നന്നായിട്ട് ചൂടായിട്ട് ഇതിനകത്തേക്ക് ആദ്യം നമുക്ക് ഇവിടെ അരച്ച് വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. ഇതൊന്ന് നമുക്ക് എണ്ണയിൽ ഇട്ടിട്ടൊന്ന് മൊരിക്കാം. നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സവാള ചേർക്കാം. സവാള മുഴുവൻ ചേർക്കണ്ട, ഒരു 3/4 ഭാഗം സവാള ഇപ്പം ചേർക്കാം. കുറച്ച് സവാള നമുക്ക് അവസാനം ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് മീൻ ചേർക്കാം. സവാള മൊരിയേണ്ട ആവശ്യമില്ല, മീനും കൂടിയിട്ട് നമുക്ക് ഒരുമിച്ച് ചേർക്കാം.
നല്ല പരന്ന പാനാണെങ്കിൽ മീൻ പെട്ടെന്ന് നമുക്ക് മൊരിച്ചെടുക്കാൻ എളുപ്പമാണ്. അപ്പോൾ മീൻ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടി ചേർക്കാം. മീൻ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊട്ടറ്റോ ഇട്ടിട്ട് കുഴയ്ക്കാം. അങ്ങനെ നന്നായിട്ട് മിക്സ് ആയിട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കണ സവോളയുടെ ബാക്കിയുള്ള സവോളയും കൂടി ഇതിനകത്ത് ചേർക്കാം. നമുക്ക് കട്ട്ലേറ്റിന് ഷേപ്പ് ആക്കാം. ഈ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ചീനിട്ട് അടുപ്പത്ത് വെച്ചിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് എണ്ണ ഒഴിക്കാം. ഇപ്പം എണ്ണ ചൂടായിട്ട് ഇനി നമുക്ക് കട്ട്ലേറ്റിന് പൊരിച്ചെടുക്കാം. ആദ്യം നമുക്ക് മുട്ടയിട്ട് മുക്കുക. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ബ്രെഡ് ക്രംസ്